ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിന് ശേഷം നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് വരികയാണ്. ഈ ആഴ്ച നമ്മളെ Q1 റിസൾട്ടുകളെല്ലാം തന്നെ ഈ ആഴ്ച എൻഡോടുകൂടിയിട്ട് വരുന്നുണ്ട്. കൂടാതെ ജൂൺ 9 ഇന്ത്യ US ട്രേഡ് തീരുമാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിയർ മാർക്കറ്റിലുണ്ട്. എന്നാൽ ഇന്ത്യ വിക്സിൽ, അതായത് ഇന്ത്യൻ വോളറ്റിലിറ്റി ഇൻഡെക്സിൽ ആ ഒരു ഫിയർ കാണുന്നില്ല. 13 എന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ആ ഒരു ഫിയർ ഉണ്ടായിട്ട് കൂടിയും വിക്സ് ഡൗൺ ആയതുകൊണ്ട് പ്രീമിയം എല്ലാം തന്നെ വളരെയധികം കാം ഡൗൺ ആണ്, പ്രീമിയം കുറവാണ്. അപ്പോൾ സെല്ലേഴ്സിനെല്ലാം തന്നെ ലോവർ പ്രീമിയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കോഷ്യസ് ആവുക ഈ മാർക്കറ്റ് ഘട്ടത്തിൽ. കാരണം 2 റീസൺ ഉണ്ട്. ഒന്ന്, 9th ഇന്ത്യ US ട്രേഡ് തീരുമാനങ്ങൾ വരുന്നുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് അവിടെ ബ്യൂട്ടിഫുൾ ബിൽ എന്ന പേരിൽ ഒരു പുതിയ ബില്ല് അവതരിപ്പിച്ചത്. അവിടുത്തെ ജനങ്ങൾക്ക് ടാക്സ് കുറയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പോസിറ്റീവായിട്ട് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാർക്കറ്റ് അവധിയായിരുന്നു. പോസിറ്റീവായിട്ടായിരുന്നു US മാർക്കറ്റ് എടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം, ഈ ഒരു ഇലക്ഷൻ, ട്രംപിൻ്റെ ഒരു ഇലക്ഷൻ്റെ ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എലൻ മസ്ക് ആണ്. അപ്പോൾ എലൻ മസ്കും ട്രംപും തമ്മിലുള്ള ആ ഒരു അസാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ട്രംപും സെൻട്രൽ ബാങ്ക് തലവൻ ജെറോം പൗലും തമ്മിലുള്ള അസാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ US മാർക്കറ്റിന് അത്ര നല്ലതല്ല. അപ്പോൾ അതിൻ്റെ ഒരാളായ, അതായത് എലൻ മസ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ആ ഫ്രിക്ഷൻ്റെ ഫലമായിട്ട് എലൻ മസ്ക് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചാലോ എന്നുള്ള രീതിയിൽ ഒരു പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അതായത് നിലവിലുള്ള ഈ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അമേരിക്കനെ അത് ബാങ്ക്രപ്റ്റ് ആക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എനിവേ, അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് US മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ റിയാക്ട് ചെയ്തത്. അതുവഴി ഏഷ്യൻ മാർക്കറ്റും. കാരണം ഗ്ലോബൽ മാർക്കറ്റിലെ ഡോ ഫ്യൂച്ചർ 94% നെഗറ്റീവാണ്. അതുകൊണ്ട് ജപ്പാൻ, കൊറിയ മാർക്കറ്റുകളിലും ഏറ്റവും ടോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡും 14, അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസം ഒരു ഫ്ലാറ്റാണോ എന്ന് പറയാൻ, അതല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണോ എന്ന് പറയാൻ. അത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആസ് ഓഫ് നൗ ഇല്ല. കൂടാതെ തന്നെ നമ്മളുടെ കൊമേഴ്ഷ്യൽ സെക്രട്ടറി അല്ലെങ്കിൽ മിനിസ്റ്റർ, അവരുടെ ഭാഗത്തുനിന്നുള്ള ഈവൻ പീയൂഷ് ഗോയൽ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള അഭിപ്രായത്തിൻ്റെ പ്രകാരം നമ്മൾ 0 താരിഫൊന്നും തന്നെ നമ്മുടെ അജണ്ടയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതായത് അമേരിക്കയ്ക്ക് വേണ്ടതിലേക്ക് ഇന്ത്യ മാറിയിട്ടില്ല. അപ്പോൾ ഒരു നെഗോസിയേഷൻ ഇനിയും ഫർദറായിട്ട് ഉണ്ടാവാതില്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ല. അതിനിടെ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഓയിൽ കൺട്രീസിൽ 500% ലിവറേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ. അപ്പോൾ വീണ്ടും യുദ്ധത്തിൻ്റെ നിറം മങ്ങി. ഈ താരിഫിൻ്റെ ആണിപ്പോൾ ഈ ഒരാഴ്ചയിൽ പ്രസക്തിയുള്ളത്. കാരണം യുദ്ധം അത് ഓൾറെഡി തന്നെ മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം ഡിസ്കൗണ്ട് ചെയ്തു. അപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളൊക്കെ പോകാം. ഇന്നലെ നമ്മൾ ഏകദേശം 20ഓളം കമ്പനീസിൻ്റെ വാർത്തകൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഏകദേശം ഒരു 13 കമ്പനീസിൻ്റെ വാർത്തകളുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ കളക്ട് ചെയ്യുക, നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പല ആളുകളും പല സ്റ്റോക്കായിരിക്കും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഒരു നിക്ഷേപകരെന്ന നിലയിൽ അവർ അറിയേണ്ടത് അവരുടെ ഒരു റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഇനി ഡ്രീം ഫോക്ക് എന്ന് പറയുന്ന എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന മോത്തിലാൽ ഒസ്വാൽ, ബജാജ് ഫിനാൻസ് തുടങ്ങിയ ഇവരിലെ ഈ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്കുള്ള ആളുകൾ ഇവരുടെ സ്റ്റേക്ക് സ്റ്റോക്ക് സെല്ല് ചെയ്യുകയാണെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. കാരണം ഈ അദാനി എയർപോർട്ട് ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ ഡ്രീം ഫോക്കിനൊന്നും തന്നെ സഹായമില്ലാതെ തന്നെ ഈ ലോഞ്ചിങ് ഫെസിലിറ്റി കൊടുക്കാനായിട്ട് അവർ പര്യാപ്തമായി എന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് വന്നിട്ടുള്ളൊരു ക്ഷീണം. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇവിടെ ഡെപ്പോസിറ്റും അഡ്വാൻസും എല്ലാം തന്നെ കുറവാണ്. Q1 കുറവാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് പ്രകാരം. Q1 റിസൾട്ട് വന്നിട്ടില്ല, റിപ്പോർട്ട് മാത്രമാണ് ഉള്ളത്. ശ്യാം മെറ്റാലിക്കും സമാനമായ രീതിയിൽ ഇവരുടെ Q1 വോളിയം കുറവായിട്ട് റിപ്പോർട്ട് ചെയ്തു. RVNL കമ്പനിക്ക് 143 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഈസാഫ് കമ്പനി എന്നാൽ 9% ഇവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റൊക്കെ ഉയർത്തി. അസൂർ മൾട്ടി പ്രൊജക്റ്റ് കമ്പനി ഇവർക്ക് 913 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്.
കൂടാതെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ 10% ഇവരുടെ ബിസിനസ് വളർച്ച കൈവരിച്ചു. ജ്യോതി CNC ഓട്ടോ കമ്പനി 20 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട് കർണാടകയിൽ ഇവിടെ പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ. ശില്പ മെഡിക്കെയർ കമ്പനിക്ക് ബ്രസീൽ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ നടത്തി. അപ്പോൾ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് GMP ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഇസാഫ് കമ്പനി 10% അവരുടെ ബിസിനസ് വോളിയം ഉയർന്നു. ഡെപ്പോസിറ്റ് BML കമ്പനിക്ക് $6.23 മില്യൺ ഓർഡർ കിട്ടി. കൊച്ചിൻ ഷിപ്പ്യാർഡ് അവർ കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയായിട്ട് ഒരു പുതിയ ജോയിന്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. ധനലക്ഷ്മി ബാങ്ക് 16% ഇവരുടെ ഡെപ്പോസിറ്റ് ഉയർന്നു. 361 VM കമ്പനി NSE ഇവരുടെ പുതിയ ഡിസ്ട്രിബ്യൂഷൻ സർവീസിന് അപ്രൂവൽ കൊടുത്തതായിട്ടുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ എനിവേ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം. നമ്മുടെ ചാനൽ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.